നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് കഴിഞ്ഞ 10th പ്രിലിംസിന് വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ LDCക്ക് ഇതുപോലെ നാറ്റോ ചോദിച്ചു. പിന്നീട് എല്ലാ സ്റ്റേജിലും നാറ്റോവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ബ്രിക്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണ്. അല്ലാണ്ട് ബാക്കിയുള്ള ഉച്ചകോടികളുടെ വേദികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഉച്ചകോടികളും വേദികളും എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുത്തേക്കാം. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ബ്രിക്സ് മാത്രമാണ് കേട്ടോ. ബ്രിക്സിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് നോക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 2 എക്സാമിന് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയെന്നും 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരുന്ന ശരിയായ പ്രസ്താവനകൾ ഒരു സിംഗിൾ ക്വസ്റ്റ്യനും അല്ലാണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിക്സ് കുറച്ച് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഡെയിലി എക്സാംസ് വരുന്നുണ്ട്, മോക്ക് എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ വെറുതെ ഒന്ന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കയറാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പില് സിവിൽ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ടുണ്ട്, അതിന്റെ കോഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ഫോഴ്സുകളും ചേർത്തിട്ട് മിഷൻ കാക്കി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ടെസ്റ്റ് ഉണ്ട്. ബാക്കി 12th പ്രിലിംസ് എല്ലാത്തിന്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. എല്ലാത്തിന്റെയും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടെസ്റ്റിന്റെ ഒക്കെ റണ്ണിങ് ആണ്. സെക്കൻഡ് ടെസ്റ്റിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും സെപ്പറേറ്റ് ക്ലാസ്സുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കയറുക. പിന്നെ അതുപോലെ ടോപ്പിക് എക്സാം ഉണ്ടാവും, ഡെയിലി എക്സാം, കറണ്ട് അഫയേഴ്സ് എല്ലാം അതിലുണ്ടാവും. അപ്പം ആപ്പിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രിക്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ബ്രിക്സിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്താണ് ബ്രിക്സ് എന്ന് വെച്ചാല് വികസ്വര രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിക്സ് എന്ന് പറയുന്നത്. ഈ ബ്രിക്സില് B ഉണ്ട്, RICS ഇത് തന്നെയാണ്. അതിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഏതൊക്കെ വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണെന്ന് അറിയാൻ പറ്റും. B മീൻസ് ബ്രസീൽ, R റഷ്യ, I ഇന്ത്യ, C ചൈന. അപ്പം ആദ്യം രൂപപ്പെട്ടപ്പോ ബ്രിക് ഈ 4 കൺട്രികൾ മാത്രമാണ് ചേർന്നാണ് ഇത് രൂപപ്പെടുത്തിയത്. പിന്നീടാണ് S അതായത് സൗത്ത് ആഫ്രിക്ക വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം ബ്രിക് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് അത് സൗത്ത് ആഫ്രിക്കയോടെ ചേർന്നപ്പോ ബ്രിക്സ് കൺട്രീസ് ആയി മാറിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് സ്ഥാപിതമായത്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്ഥാപിതമായത് എന്നാണ് 2009 ജൂൺ 16 അപ്പൊ ആദ്യത്തെ സമ്മേളനം എന്നാണെന്ന് ചോദിച്ചാൽ അന്ന് തന്നെയാണ്. സ്ഥാപിതമായത് 2009 ജൂൺ 16 ഓക്കെയാണ്. നിലവിൽ വരുമ്പോൾ എത്രയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിക് എന്നായിരുന്നു. 4 രാഷ്ട്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 4 രാഷ്ട്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് സൗത്ത് ആഫ്രിക്ക കൂടെ ചേരുകയും അതിന്റെ പേരെന്തായി, ബ്രിക്സ് എന്നായി. കറന്റ്ലി അതിന്റെ പേര് ബ്രിക്സ് എന്ന് തന്നെയാണ്. അപ്പൊ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈനയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊരു വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ്. അപ്പൊ അവരുടെ സഹകരണം, പരസ്പര രാഷ്ട്രങ്ങളുടെ സഹകരണത്തിനും ഈ സഹായിക്കുക, പിന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്, റഷ്യയിലാണ്. 2009 ജൂണിനാണ് കേട്ടോ. അടുത്ത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഷാങ്കായി. എവിടെയാണ്, ചൈനയിലെ ഷാങ്കായിലാണ് ഹെഡ്ക്വാർട്ടർ വരുന്നത്. ആദ്യ ഉച്ചകോടി എന്നാണ് 2009 ഞാൻ ഇവിടെ പറഞ്ഞു. 2009 ജൂൺ 16 പിന്നെ 2010 2010 ഡിസംബർ 24 ആര് കൂടെ ജോയിൻ ചെയ്യുന്നത്, സൗത്ത് ആഫ്രിക്ക കൂടെ ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് എന്തായത് ബ്രിക് എന്നുള്ളത് ബ്രിക്സ് ആയി മാറിയത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്ക് ആണ് ഇത് NDB അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. അപ്പൊ അതുമാതിരിയുള്ള ഒരു ബാങ്ക് ആണ് എന്ത്, NDB. അവർ രൂപീകരിച്ചപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പം IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പോലെ ഒരു ബാങ്ക് എന്നുള്ളൊരു ഇതിൽ നിന്നാണ് അവര് NDB ആരംഭിച്ചത്. NDB എന്ന് പറഞ്ഞാൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണ്, ഷാങ്കായി തന്നെയാണ്, ചൈനയാണ് ഷാങ്കായി. 2014 ജൂലൈ 15 അത് ഫോം ചെയ്യുന്നത്. എന്നാണ് 2014 ജൂലൈ 15 ഇത് NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഫോം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ അധ്യക്ഷൻ KV കാമത്താണ്. ആദ്യ അധ്യക്ഷൻ ആരാണ്, KV കാമത്താണ്. അപ്പൊ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നത് ചൈനയിലെ ഷാങ്കായി ആണ്. എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത് വെച്ചാൽ 2014 ജൂലൈ 15 പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് KV കാമത്താണ്. ഓക്കെയാണ്.
അടുത്ത ഉച്ചകോടികൾ. അപ്പൊ അതൊരു 16 ഉച്ചകോടികൾ നടന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഉച്ചകോടി റഷ്യയിൽ നമ്മൾ പഠിച്ചു. അപ്പം സെക്കൻഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. സെക്കൻഡ് ഉച്ചകോടി നടന്നത് 2010 ബ്രസീലിലാണ്. തേർഡ് ചൈന 2011, ഫോർത്ത് ന്യൂഡൽഹി 2012. അപ്പൊ ഇന്ത്യയിൽ 3 തവണ നടന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 4ാമത് 2012 എവിടെ വെച്ച്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അപ്പം ഇന്ത്യയിൽ നടന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത 5ാമത് സൗത്ത് ആഫ്രിക്കയിലാണ് 2013, 6ാമത് ബ്രസീൽ 2014, 7ാമത് റഷ്യ 2015. പിന്നീട് നടന്നത് വീണ്ടും 8ാമത്തത് ഇന്ത്യയിലാണ്. ഇവിടെ 2016 ഗോവയിലാണ് നടന്നത്. അപ്പൊ 2012 ന്യൂഡൽഹി, 16 ഗോവ. പിന്നെ 9th ചൈനയാണ്, 10th 2018 സൗത്ത് ആഫ്രിക്ക. അടുത്ത 11ാമത് ബ്രസീലാണ് 2019, 12ാമത് നടന്നത് റഷ്യയിലാണ്. എപ്പോഴാണ്? 2020. വീണ്ടും 13ാമത് എവിടെയാണ് നടന്നത്? 2021 ഇന്ത്യയിലാണ്. 2021. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ നടന്നത് 2021 നടന്നിട്ടുണ്ട്, 2016 നടന്നിട്ടുണ്ട്, 2012 നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നടന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത 22 14ാമത് നടന്നത് ചൈനയിലാണ് 2022. 15 ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക. ഈ സൗത്ത് ആഫ്രിക്കയിൽ നടന്നതിൽ വെച്ചിട്ടാണ് കുറച്ച് ബാക്കിയുള്ള കുറച്ച് കൺട്രീസ് കൂടെ അവർ ഇൻവിറ്റേഷൻ കൊടുത്തതും അതിൽ കുറച്ച് കൺട്രീസ് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൺട്രീസ് ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോ നോക്കും. അപ്പൊ അതെന്താണ്? ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന 15ാമത് ഉച്ചകോടിയിലാണ്. ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ 2023 നടന്ന ഉച്ചകോടിയിലാണ്. ബാക്കി ഒരു 5 രാജ്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അവർ ഇൻവിറ്റേഷൻ കൊടുത്തു. അർജന്റീനയ്ക്കൊക്കെ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജന്റീനയുടെ പുതിയ കാരണം എന്തൊക്കെയോ വന്ന അവിടെ നിയമപരമായ കാരണങ്ങൾ കാരണം അവരത് വന്നിട്ടില്ല. ബാക്കി ഒരു 5 രാജ്യങ്ങള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2024 1ാം തീയതിയാണ് എന്ത് ചെയ്തത്? ബാക്കിയുള്ള ഒരു 5 രാജ്യങ്ങള് ജോയിൻ ചെയ്ത്. ആ 5 രാജ്യങ്ങൾ ഏതാണെന്ന് ഞാൻ പറയും. 16ാമത് കസാനിലാണ് കേട്ടോ, റഷ്യയിലെ കസാനിലാണ് നടന്നത്. 2024 16ാമത് ഉച്ചകോടി എവിടെയാണ് നടന്നത്? റഷ്യയിലെ കസാനിലാണ് നടന്നത്. ഇനി 17ാമത് 2025 നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. അപ്പൊ 15ാമതിലാണ് അവർ ഇൻവിറ്റേഷൻ കൊടുക്കുകയും 2024 1ാം തീയതി മുതൽ എന്ത് ചെയ്യുന്നു? ബാക്കി 5 കൺട്രീസ് കൂടി ഇവരുടെ അംഗമാവുകയും ചെയ്യുന്നു. മാത്രമല്ല 6ാം തീയതി, അതായത് ജനുവരി 6ാം തീയതി വേറൊരു കൺട്രി, അതായത് ഇന്തോനേഷ്യ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോ 10 കൺട്രീസ് വരുന്നുണ്ട് കേട്ടോ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുക. കൂടാതെ എന്ത് ചെയ്യുക? ആഗോളതലത്തിൽ സംവാദത്തിനും നയ ആലോചനയ്ക്കും ഒരു വേദി സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അത് എന്താണെന്ന് ജസ്റ്റ് പറയുന്നത്. നിലവിലെ അംഗങ്ങൾ എന്താണ്? 10 അംഗങ്ങളാണ്. നമുക്ക് ഏതൊക്കെ അറിയാം? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പൊ ബ്രിക്സ് എന്ന് പറയുന്നത് അത്രയും പണ്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു 2024 ജനുവരി 1ാം തീയതി ബാക്കി ഒരു 4 എണ്ണം കൂടി ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE. ആരൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE ആണ് ആഡ് ആയിട്ടുള്ളത് 2024 ജനുവരി മാസത്തില്. ഇന്തോനേഷ്യ ആഡ് ആയത് 2025 6/1/2025 കേട്ടോ. 2 ദിവസം മുന്നെയാണ്. 2 ദിവസം മുന്നെയാണ് ഇന്തോനേഷ്യ ഇവിടെ ആഡ് ആയത്. അപ്പൊ അത് എല്ലാത്തിലും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ 10 അംഗങ്ങളാണ് ഇപ്പൊ മൊത്തം ഉള്ളത്, ഓർത്തിരിക്കുക. മെയിൻ ആയിട്ടുള്ള അംഗങ്ങൾ ഇവര് തന്നെയാണ് കേട്ടോ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവര് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നേതൃത്വം വഹിക്കുന്നത്. പിന്നെ 2024 തീം കൂടി ഒന്ന് ഓർത്തിരിക്കുക. സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ജസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ് 2024 തീം എന്ന് പറയുന്നത്. ബ്രിക്സിന്റെ ലോജിസ്റ്റിക് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? UAE-യിലാണ് കേട്ടോ. ബ്രിക്സിന്റെ ലോജിസ്റ്റിക് ഹബ്ബ് എവിടെയാണ് നിലവിൽ വരുന്നത്? UAE-യിലാണ്. പിന്നെ ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ ലക്ഷ്യങ്ങൾ നോക്കിയതുപോലെ എന്താണ്? സാമ്പത്തിക സഹകരണം, ആഗോള ഭരണ പരിഷ്കരണം, വികസന അജണ്ട, ബഹുസ്തരീയത. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവര് നമ്മുടെ സഹകരണം, ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണവും ഈ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവരൊക്കെയാണ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവരാണ് ഇതിന്റെ മെയിൻ നേതൃത്വം വഹിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ ആരാണ് നേതൃത്വം വഹിക്കുന്നത്? അതിൻ്റെതായിട്ടുള്ള തലവന്മാരായിരിക്കും, അതായത് അതിൻ്റെതായ രാജ്യ തലവന്മാര് തന്നെയായിരിക്കും ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത്. ബ്രസീലിന്റെ അല്ലെങ്കിൽ ലുല ഡാ സിൽവയാണ് പ്രസിഡന്റ് ഓഫ് ബ്രസീലാണ്. റഷ്യയിലെ നമുക്കറിയാം വ്ളാഡിമിർ പുടിനാണ് പ്രസിഡന്റ് ഓഫ് റഷ്യ. ഇന്ത്യ നരേന്ദ്രമോദിയാണ് പ്രൈം മിനിസ്റ്റർ ആണ്. ചൈന ഷി ജിൻപിങ് ആണ് പ്രസിഡന്റ് ഓഫ് ചൈനയാണ്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക സിറിൽ റാമഫോസയാണ്
പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്കയാണ്. ബാക്കി എല്ലാവരും പ്രസിഡന്റ്, ഇന്ത്യക്ക് മാത്രം പ്രൈം മിനിസ്റ്റർ. അത് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഒരു 4 കൺട്രീസ് കൂടി, 5 കൺട്രീസ് കൂടെ ചേർന്ന് 4 കൺട്രീസ് 2024 ഇന്തോനേഷ്യ 2 ദിവസം മുന്നെയാണ് ആഡ് ആയത്. അപ്പൊ അതിന്റെ ഒരു നേതൃത്വം കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. അപ്പൊ അടുത്തത് പുതിയതായിട്ട് ആഡായ 5 രാഷ്ട്രങ്ങളുടേതാണ്. അബേൽ ഫത്ത അൽ സിസി ആണ് ഇവിടുത്തെ പ്രസിഡന്റ് ഓഫ് ഈജിപ്റ്റ് ആണ്. ഈജിപ്തിന്റെ പ്രസിഡന്റ് അബേൽ ഫത്തെ അൽ സിസി ആണ്. അബി അഹമ്മദ് ആണ് എത്യോപ്യയിലെ പ്രൈം മിനിസ്റ്റർ. പ്രബോവ് സുബിൻറ്റാന ആണ് ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ്. അതുപോലെ അലി ഖമനേയി ആണ് സുപ്രീം ലീഡർ ഓഫ് ഇവിടുത്തെ ഇറാനിലെ ലീഡറാണ്. അടുത്ത മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആണ് UAE-യുടെ പ്രസിഡന്റ്. അപ്പൊ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവരെ കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാംസിന് എല്ലാം യൂസ് ആവുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ അതെല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത സ്റ്റേജ് എഴുതാൻ പോകുന്നവരും കൂടെ, അതായത് 10th പ്രിലിംസ് എഴുതാൻ പോകുന്നവരും നന്നായിട്ട് നോക്കുക. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ എക്സാംസും, സെക്കൻഡറി ടെസ്റ്റ് പോലുള്ളതായാലും 12th ലെവൽ CPO ഫോഴ്സിന്റെ എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണിത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം. പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പഠിക്കുക കേട്ടോ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.